ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് അമ്മ വീട്ടിലോട്ടൊന്ന് പോവുകയാണ്. അപ്പോൾ കുറച്ച് കാന്താരി മുളകും കരിയേപ്പിലയും ഒന്ന് പറിച്ച് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഈ വനപ്രദേശം ആയതുകൊണ്ട് ഞാനൊരു 10 രൂപയ്ക്ക് വാങ്ങിച്ച് നട്ട തൈയാണ് കേട്ടോ. പക്ഷേ ഈ മഴയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ഇപ്രാവശ്യം അത്യാവശ്യം കായ്ഫലമൊക്കെ ഉണ്ടായി. ഞാൻ കുറച്ച് കരിയേപ്പിലയൊക്കെ പറിച്ചു. എന്നിട്ട് ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ. ഇതത്രയും പറിച്ച് പാക്ക് ചെയ്തൊക്കെ വെച്ചു. എന്നിട്ട് ഞാനിങ്ങനെ എൻ്റെ കസിൻ്റെ വീട്ടിലോട്ടൊന്ന് പോയി. അപ്പോൾ അവളെനിക്ക് കൈതോന്നി, നീല കൈതോന്നി തന്നു. അപ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടെന്നറിഞ്ഞു. ശരി, എന്നാൽ അതങ്ങ് ഒരു കുഴിയെടുത്ത് അതിനെ അങ്ങ് നട്ട് വച്ചേക്കാമെന്ന് വിചാരിച്ചു. മഴയല്ലേ, ഇച്ചിരി പൊടിച്ച് കയറിയാൽ നാളെ ഭാവിയിൽ എന്തെങ്കിലും മരുന്നിനൊക്കെ എടുക്കാമല്ലോ. അപ്പം ഞാൻ അതിനെ ഒരു കുഴി അങ്ങോട്ട് വെട്ടി അതിനെ നട്ടങ്ങ് വെച്ചു. ചെറുതായിട്ടൊന്ന് മണ്ണിലങ്ങ് താഴ്ത്തി വെച്ചതേ ഉള്ളൂ. മഴയുള്ളത് കൊണ്ട് പൊടിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങ് വീട്ടിൽ പോകുന്നതിന് ഒരു തിരക്കും ഉള്ളത് കൊണ്ട് അത് ഇരുന്നത് നശിച്ച് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നൊരു കുഴിയൊക്കെ വെട്ടി അങ്ങ് വെച്ചു. എന്നിട്ട് വെറുതെ ചെടിയുടെ ചുറ്റുമൊക്കെ ഒന്ന് നടന്നു. അത്യാവശ്യം എനിക്ക് ഒരേപോലത്തെ 3 ഇനം ചെടി എനിക്കുണ്ട്. അത് ഞാനൊന്ന് നോക്കി. അതിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ വേർതിരിച്ച് നടണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ. അതൊരു 3 നിറമുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അത് 3 നിറമുണ്ട്. അത് ഒന്ന് നോക്കി സന്തോഷം തോന്നി. അതിൻ്റെ അടുത്ത് ഇങ്ങനെ മണിമുല്ല പടർന്ന് കയറിയിട്ടുണ്ട്. അതൊരു ഈ ഒരു തൈ ഞാൻ 250 രൂപ കൊടുത്ത് വാങ്ങിയതാണ്. അതിപ്പോഴാണ് ഒന്ന് പടർന്നൊക്കെ തുടങ്ങിയത്. ഇവിടെ ഇപ്പം ചെറിയ വെള്ളം നവര അങ്ങനെയൊക്കെ നിൽപ്പുണ്ട്. ഇതാണ് എൻ്റെ ഒരു കൊച്ചു ചെടിത്തോട്ടം. ഞാൻ പൈസ വില കൊടുത്ത് വാങ്ങിച്ച് ചെറുതായിട്ടൊക്കെ നട്ട് പൊടിപ്പിച്ചൊക്കെ എടുക്കുന്നതാണ്. ഇവിടെ പന്നി ശല്യം ഭയങ്കരമാണ്. പന്നി ചെടിച്ചട്ടി വരെ കുത്തിപ്പൊട്ടിച്ചാണ് വെക്കുന്നത്. അതിൽ നിന്നൊക്കെ കിട്ടുന്ന ബാലൻസാണ് ഈ ചെടികൾ. ഇത് എല്ലാം ഓരോന്നും ഇങ്ങനെ പടരുന്ന ചെടികളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൂക്കുന്ന ചെടികൾ അങ്ങനെയൊക്കെ നോക്കി ഞാൻ വാങ്ങി വെച്ചതാണ്. ഇതൊക്കെ എൻ്റെ കൊച്ചു കൊച്ച് കൃഷികളാണ്. കൃഷിയെന്ന് പറഞ്ഞാൽ ചെടികളാണ്. എൻ്റെ ആമ്പലിനെയൊക്കെ കമത്തി കളഞ്ഞു പന്നി. പിന്നെ ഇത് എൻ്റെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇതുവരെ ഞാൻ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. ഇതിനി ബാക്കി എന്ത് ചെയ്യണമെന്നാണ് ആലോചിക്കുന്നത്.